നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാവിലെ ആറുമലയിലേക്ക് തിരുവല്ലയിലേക്ക് ദുരിതബാധിതരായ ആളുകളെ കാണാനായിട്ടുള്ള ശ്രമത്തിലാണ് രാവിലെ. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ ഒരുമിച്ച് കാര്യങ്ങളെ കളക്ട് ചെയ്തു. നമ്മൾ ഓരോരോ ക്യാമ്പുകളിലേക്ക് കടന്നു പോകുന്നു. വ്യക്തികളെ കാണാൻ, ഇന്ന് വെള്ളത്തിലായിരിക്കുന്ന ആളുകളെ കാണാൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നഷ്ടങ്ങൾ സഹിച്ച് സ്വന്തം വീട് വിട്ട് പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയ ആളുകൾ, വെള്ളനിമിത്തം വീടുകളിൽ കുടുങ്ങിയ ആളുകൾ, അവരെ ഒരുമിച്ച് നമ്മൾ രാവിലെ കാണാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് ഇവിടെ ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് എവിടുത്തെ പാതവിടം ചേർന്ന് വന്ന തിരുമുഖത്തേക്ക് നോക്കുന്നത് ഞങ്ങളുടെ സമശിഷ്ടങ്ങളും വേദനയിലും ഭാരത്തിലും കഷ്ടത്തിലുമായിരിക്കുന്നല്ലോ കർത്താവെ. അവരെ കാണുവാനായി നിങ്ങൾ കടന്നു പോകുന്ന തിരുസാരത്തിൽ കടന്നു പോകണമേ കർത്താവെ. അവർക്കെല്ലാം നഷ്ടപ്പെട്ടവരായി വേദനയോടെ ആ ഒരു ക്യാമ്പുകളിലായിരിക്കുന്നല്ലോ ദൈവമേ. അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യുവാനുള്ള കൃപയുടെ മേൽ പെരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രതിയാൽ വിനുഭാഷകളുമായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശക്തമായ കർത്താവ് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. സഭയിലെല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കഴിയുന്നത് ഞങ്ങൾക്കൊരു ആശ്വാസം അവർക്കായി മാറുവാൻ ഇടയാകത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ സഹായിക്കണം. അതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. ബലമുള്ള കരങ്ങൾ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. തുമ്പത്തോടെ പലയിടം ഞാൻ അലഞ്ഞു, എന്റെ നിലവിളി നീ കേട്ടുവല്ലോ. ദൂരത്തു നിന്നെന്നെ നീ വിളിച്ചുവല്ലോ. ആറന്മുള തിരുമല ഭാഗത്തേക്ക് കടന്നു പോകുകയാണ്. നമ്മൾ പ്രാരംഭത്തിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആറന്മുള MLA പ്രിയപ്പെട്ട എബിൻ വർക്കി ദുരന്ത നിവാരണ സേനയുമായി ചേർന്ന് നമ്മൾ ആറന്മുള, തിരുവല്ല എന്നീ ഭാഗങ്ങളിൽ നമ്മൾ കടന്നുപോയി. ചെങ്ങന്നൂർ ആ സ്ഥലങ്ങളിൽ നമ്മൾ പര്യടനം നടത്തി മടങ്ങി വരത്തക്ക പോലെ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. നമ്മൾ വീടുകൾ, വെള്ളം കയറിയ വീടുകൾ നിരവധിയുണ്ട്. ആ വീടുകൾ കഴുകാനായുള്ള സംവിധാനങ്ങൾ നമ്മുടെ പിൻപിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പോകുന്ന യാത്രയിൽ ബാക്കിയുള്ള ആളുകൾ നമ്മോടുകൂടെ ജോയിൻ ചെയ്തുകൊള്ളും. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥനയോടുകൂടെ കൂടെ നിൽക്കുക. നിങ്ങൾ തന്ന എല്ലാ കൈത്താങ്ങലുകൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് ബാക്കി വീഡിയോയിൽ ലൈവിലൊക്കെ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചേർത്തണച്ചു പ്രതിഫലങ്ങൾ നീ എനിക്കു തന്നു. നമ്മൾ രാവിലെ ഇറങ്ങി നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ആറന്മുളയിലാണ്. ഈ 4 ദിവസങ്ങളിൽ തോരാത്ത മഴയിൽ റോഡാണ് ഞങ്ങളെ റോഡിൻ്റെ തൊട്ടടുത്താണ് വന്ന് നിൽക്കുന്നത്. ഇതിലേക്കൂടെ ഇങ്ങനൊരു വഴിയുണ്ട്. ഇവിടെ എല്ലാം വെള്ളത്തിനടിയിലാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സമസ്തങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. അവരെ ഒന്ന് കാണാൻ, ഒരു വാക്ക് ആശ്വസിപ്പിക്കാൻ, നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നു. തുടർന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ ഞങ്ങളെ കാണാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കും. എനിക്കൊരു കുറവുമില്ല, നീ എന്നൊപ്പമെങ്കിൽ ലജ്ജിച്ചു ഞാൻ പോകയില്ല. നീ കൂടെയെങ്കിൽ എനിക്കൊരു കുറവുമില്ല, നീ എന്നൊപ്പം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ആറന്മുള 4 സൈഡിൽ നിങ്ങൾ മുമ്പേ കണ്ട ദൃശ്യങ്ങളിൽ കണ്ടത് ഒരു സൈഡ് നിറച്ച് വെള്ളമാണ്. ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ കയറി. ഇപ്പോൾ ഇത് വഴിയാണ്, ഞാൻ നിൽക്കുന്നത് ഒരു വഴിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അക്കരെ കരക്കായിട്ട് പോകുന്നത്. അവിടെ നമ്മുടെ 1-2 കുടുംബമുണ്ട്. അവരെ നമ്മൾ ഒന്ന് ചെന്ന് കാണാൻ വേണ്ടിയാണ് ആ സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഇത് മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഇവിടെ മുഴുവൻ വെള്ളം കിടക്കുകയാണ്. പോസ്റ്റ് ചരിഞ്ഞു നിൽക്കുന്നു.
ഇങ്ങോട്ട് ഇലക്ട്രിസിറ്റിയും ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരവസ്ഥയിലാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്, നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇലക്ട്രിസിറ്റി ഇല്ലാതെ അവർ വിഷമിക്കുകയാണ്. അവർ ഞങ്ങളിവിടെ വരുമ്പോൾ നമ്മളോട് പരാതികൾ പറഞ്ഞു. നമ്മൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ദുരവസ്ഥയാണ്. ലജ്ജിച്ചു ഞാൻ പോകയില്ല, നീ കൂടെയെങ്കിൽ എനിക്കൊരു കുറവുമില്ല. നീ എന്നൊപ്പമെങ്കിൽ ലജ്ജിച്ചു ഞാൻ പോകയില്ല. ആലംബമില്ലാതെ ഞാനിരുന്നു, ആശകളും സ്വപ്നങ്ങളും അറ്റിരുന്നു. തുണയായി ആരെയും ഞാൻ കണ്ടതില്ല, തുമ്പത്തോടെ പലയിടം ഞാൻ അലഞ്ഞു. എന്റെ നിലവിളി നീ കേട്ടുവല്ലോ, ദൂരത്തു നിന്നെന്നെ നീ വിളിച്ചുവല്ലോ. നീയോ എന്നെ തേടി ഓടി വന്നല്ലോ, ഭാവിയാകുമെനിക്ക് ജീവൻ തന്നല്ലോ. എന്നെ മുറ്റും മാറ്റിയേ ഹൃദയം നീ കണ്ടറിഞ്ഞു, നിലവിളികൾ നീ കേട്ടറിഞ്ഞു. ഉലകം വെറുത്തത് നീ അറിഞ്ഞു, കുറ്റവർ കൈവിട്ടത് നീ കണ്ടു. എങ്കിലും നീ എന്നെ ചേർത്തണച്ചു, പ്രതിഫലങ്ങൾ നീ എനിക്കു തന്നു. നീയാണെന്റെ ജീവൻ, എല്ലാമായവൻ. വാഴും ഞാനിനിയും നിന്റെ സാക്ഷിയായി, നീ മാത്രം മതി. ഞാൻ ജീവിക്കും, ഞാൻ ജീവിക്കും. ഏതു സ്ഥിതിയിൽ ഞാനായാലും, എന്തു തോൽവികൾ ഭവിച്ചാലും, ഞാൻ ജീവിക്കും, ഞാൻ ജീവിക്കും. ഏതു സ്ഥിതിയിൽ ഞാനായാലും, എന്തു തോൽവികൾ സ്തോത്രം ചെയ്യുന്ന നാഥ, ഈ വാത്സല്യ ഭവനത്തിൽ ഔഷധങ്ങളോട് ചേർന്ന് വരുവാൻ പ്രിയം പ്രവേദനായ സ്തുതിക്കുന്നു. ഈ വാത്സല്യ ഭവനത്തെ ദൈവം നിങ്ങൾ വെള്ളപ്പൊക്കമായിട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. എനിക്കൊരു കുറവുമില്ല. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മുടെ ഇവിടെ വന്ന് നിലയുറപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ യാത്ര ചെയ്ത് നമ്മുടെ ഇവിടെയുള്ള ആളുകളെ രക്ഷാപ്രവർത്തനത്തിലൂടെ കൊണ്ടുവന്ന ആളുകളാണ്. ആ ബോട്ടുകളാണ് നിങ്ങൾക്ക് എൻ്റെ പിൻപിൽ കാണാൻ കഴിയുന്നത്. അടുത്ത ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ, അടുത്ത മണിക്കൂറുകളിൽ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ എന്നോട് സംവദിക്കുന്നതാണ്. ദേശത്തെ ദിവ്യകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എല്ലാ വർഷവും അവർക്ക് അനുഭവിക്കും
പ്രതിസന്ധിയുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ തണലുമായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ അവസരത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇവിടെ ആയിരിക്കുന്ന നിന്റെ ദാസന്മാരെയും എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദേശം ഒരു അനുഗ്രഹമായി മാറട്ടെ. ജനം ജീവിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കട്ടെ. ജനമുള്ള കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തു തോൽവികൾ ഭവിച്ചാലും